വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, വിമൻസ് ബൂട്ട്സ് ആണ്. അപ്പോൾ ഇത് ആംഗിൾ ബൂട്ട്സ് ആണ്. ഞാൻ ആമസോണിൽ നിന്നാണ് ഇത് പർച്ചേസ് ചെയ്തത്. അപ്പോൾ 2 കളേഴ്സിൽ അവൈലബിൾ ആയിരുന്നു. ഒന്നൊരു ബ്ലാക്കും പിന്നെ ഒരു ബ്രൗണും ആയിരുന്നു. അപ്പോൾ ബ്ലാക്കിൻ്റെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 879 റുപ്പീസാണ്. ബ്രൗൺ വരുമ്പം ₹1 എക്സ്ട്രാ ആണ്. അതായത് 880 റുപ്പീസിനാണ് ബ്രൗൺ നമുക്ക് വാങ്ങാൻ കിട്ടുക. ഈ ഒരു ബൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ റെസിസ്റ്റൻ്റ് അല്ല. പിന്നെ ഇതിൻ്റെ ക്ലോഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിപ്പർ ക്ലോഷർ ആണ് വരുന്നത്. ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ബൂട്ട്സാണ് ഈ ഒരു ബൂട്ട്സ്. പിന്നെ ഇതിൻ്റെ ഒരു ഹീൽസ് എന്ന് പറയുമ്പോൾ ബ്ലോക്ക് ഹീൽസ് ആണ് വരുന്നത്. പിന്നെ ഇങ്ങനൊരു സ്റ്റൈല് പോലെ ജസ്റ്റ് ഒരു ബക്കിൾ പോലെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അല്ലാതെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റില്ല. ജസ്റ്റ് വെറും സ്റ്റൈലിങ്ങിന് വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്. നമുക്ക് അത്യാവശ്യം കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സസൊക്കെ വെയർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബൂട്ട്സ് വെച്ച് നമുക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. അപ്പം ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഓവർ വെയ്റ്റ് ഒന്നുമില്ല. നമുക്ക് ക്യാരി ചെയ്യാനാണെങ്കിലും ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ടൊക്കെ നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റും. ഷൂട്ടോപ്പിയ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെയാണ് ഈ ഒരു ബൂട്ട്സ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് സെക്ഷനിലും കൊടുക്കുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം ഹീൽസ് ഉണ്ട്. ഓവർ ഹീൽസ് ഇല്ലെങ്കിലും കുറച്ച് ഹീൽസ് ടൈപ്പ് ബൂട്ട്സാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൗണ്ട് ടോ ആണ് ഈ ഒരു ബൂട്ട്സിന് വരുന്നത്. അപ്പോൾ നിങ്ങളാരെങ്കിലും ഈ ഒരു ബൂട്ട്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. അതുപോലെ എൻ സ്ക്രീനിലും ഐ ബട്ടണിലൊക്കെ ഞാൻ കുറേ വീഡിയോസ് ഇടുന്നതായിരിക്കും. കുറേ കാറ്റഗറീസ്, അതായത് ബാഗ്സിൻ്റെയും പിന്നെ ഷൂസ്, സാൻഡൽസ്, വാലറ്റ്സ്, ലിപ് ബാംസ്, അങ്ങനത്തെ കുറേ ഡ്രസ്സസ്, അങ്ങനത്തെ കുറേ പ്ലേലിസ്റ്റുകൾ എൻ്റെ ചാനലിലുണ്ട്. അതൊക്കെ വാച്ച് ചെയ്യുക. അപ്പം ഞാനിത് വെയർ ചെയ്ത സമയത്ത് കുറച്ച് എനിക്ക് ലൂസായ പോലത്തെ ഒരു ഫീലായിരുന്നു. അപ്പം നിങ്ങളെപ്പോഴും നിങ്ങളുടെ സൈസ് കറക്റ്റ് നോക്കിയിട്ട് തന്നെ സെലക്ട് ആക്കുക. എന്നാൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. ആദ്യം കുറച്ചൊരു ഡിഫിക്കൽട്ടി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ ഇത് ഊരാനും ഇടാനും ഒക്കെ നല്ല എളുപ്പമാണ്. ഇങ്ങനെ ഇരിക്കും ഓവറോൾ ആയിട്ട് ഇതിൻ്റെ ലുക്ക്. അപ്പോൾ നമുക്ക് ബ്ലാക്ക് ജീൻസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ നമുക്ക് വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ലുക്കായിരിക്കും. പക്ഷേ നമ്മൾ കറക്റ്റ് സൈസ് തന്നെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. അതേപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. കൂടുതൽ പേരിലേക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇത് കഴുകാൻ പാടില്ല, കാരണം ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് അല്ല. താങ്ക് യു.